അതെ, നിനക്ക് പോവാനുള്ള വിസ കിട്ടിയാ? അത് ശരി, ഇനി അപ്പൊ ഇവിടെ നിന്ന് ഉണ്ടാവില്ല അല്ലേ? ഓ എടാ, അപ്പൊ അവര് എത്ര ലക്ഷ പറയണത്? 12 ലക്ഷോ? ഈശ്വര, അപ്പൊ നീ കൊടുത്താ? പൈസ കൊടുത്താ? മോനെ, ഇത്ര ലക്ഷങ്ങളൊക്കെ ഒറ്റയടിക്ക് കൊടുക്കണം, ഒന്ന് ആലോചിച്ചിട്ട് കൊടുത്താ പോരെ? എന്റെ എത്ര ഫ്രണ്ട്സ് വിദേശത്തേക്ക് വിസ ഉണ്ടെന്ന് പറഞ്ഞിട്ട് പറ്റിക്കപ്പെടുന്നെന്ന് പറയുന്നത്. ഞാൻ നിനക്ക് ഒരു ജർമ്മൻ ബേസ്ഡ് കമ്പനിയുടെ വെബ്സൈറ്റ് പറഞ്ഞുതരാം. അതിൽ നിനക്ക് നോക്കാൻ വെച്ചാൽ ഡോക്യുമെന്റ് ഒക്കെ കൊടുക്കാൻ വെച്ചാൽ അത് റിയൽ ആണോ ഫേക്ക് ആണോ നിനക്ക് മനസ്സിലാക്കാൻ പറ്റും. ഏതായാലും ലക്ഷക്കണക്കൊക്കെ കൊടുക്കാൻ പോകല്ലേ, അപ്പൊ അതിനാളും മുന്നേ ഇതൊന്ന് നിസ്സാര പൈസക്ക് ഒന്ന് വെരിഫൈ ചെയ്ത് സേഫ് ആയിട്ട് കൊടുക്കാലോ. ബാക്കി ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം. ഇവിടെ ഇന്ത്യയിൽ ഏകദേശം ഒരു ദിവസത്തെ കണക്കെടുക്കുകയാണെങ്കിൽ തന്നെ ആയിരക്കണക്കിന് മേലെ ആൾക്കാരാണ് വിസ തട്ടിപ്പിൽ പറ്റിക്കപ്പെടുന്നത്. അപ്പോൾ നമ്മുടെ വെബ്സൈറ്റ് ആയിട്ടുള്ള ടെസ്റ്റി അവരുടെ മെയിൻ മോട്ടീവ് തന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വിസ തട്ടിപ്പുകൾ ഇല്ലാതാക്കുക എന്നൊരൊറ്റ ഉദ്ദേശം കൊണ്ടാണ് കേട്ടോ. ടെസ്റ്റിൽ നമ്മളൊരു ഡോക്യുമെന്റ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവർ 17 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ കഴിഞ്ഞിട്ടാണ് നമുക്ക് റിസൾട്ട് കിട്ടുന്നത്. അപ്പോൾ ഏതൊരു ഫ്രോഡ് തട്ടിപ്പായാലും മാനിപ്പുലേറ്റഡ് ചെയ്തിട്ടുള്ള വിസ ആണെങ്കിലും ഇതിൽ പിടിക്കപ്പെടും. ബാക്കി ഫർദർ വിസ പ്രൊസീജിയേഴ്സ് നമുക്ക് 100% കോൺഫിഡൻസ് ആയിട്ട് തന്നെ ചെയ്യാവുന്നതാണ്. എടാ മോനെ, ഇപ്പൊ നിനക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായില്ലേ? ഇനിയെങ്കിലും ഇതുപോലെ വിസ തട്ടിപ്പിലൊക്കെ പെടാണ്ട് നോക്കിക്കോളൂട്ടാ. നിങ്ങൾക്കും ഇതുപോലെ യൂറോപ്യൻ ഷെങ്കൻ വിസകൾ, വർക്ക് പെർമിറ്റ്, ഓഫർ ലെറ്റർ എന്നീ ഡോക്യുമെന്റ്സ് എല്ലാം ടെസ്റ്റിൽ വെരിഫൈ ചെയ്യാവുന്നതാണ്. വെരിഫൈ ചെയ്ത് 100% ജെനുവിൻ ആണോ എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രം ഫർദർ പ്രൊസീജിയേഴ്സ് ചെയ്യുക. ഫ്രോഡ് വിസ ഏജന്റുമാരുടെ കെണിയിൽ പെടാതെ സൂക്ഷിക്കാൻ ടെസ്റ്റ് നിങ്ങളെ സഹായിക്കും.